ഷൈൻ ടോം ചാക്കോയാണ് എന്നുള്ള ഒരു പരാതി തന്നെ വ്യക്തമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിലുള്ളവർ നിങ്ങളെ അടക്കമുള്ളവർക്ക് എന്താണ് പറയുക എന്നുള്ളതായിരിക്കുമല്ലോ എല്ലാവരും ഉറ്റുനോക്കുക. എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പോ വിൻസി പോലുള്ള ഒരു യങ് ആർട്ടിസ്റ്റ്, അതും ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം തുറന്ന് പറയുമ്പോൾ ആ ഒരു ധൈര്യം ഒരാൾ കാണിക്കുമ്പോൾ അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കൃത്യമായ ഒരു പേരടക്കം ഭയമില്ലാതെ പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിക്ക് വേണ്ട ഒരു നീതി, ആ കുട്ടിക്ക് മാത്രമല്ല പൊതുവെ സിനിമാ മേഖലയിൽ വേണ്ട ഒരു നീതി നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നു. നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോവുക. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. ഒരു പരാതി പ്രോപ്പറായിട്ട് അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നടപടി എടുത്തല്ലേ പറ്റൂ. ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാനാ. സ്വാസികയും ഷൈനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് വിവേകാനന്ദൻ വൈറലാണെന്ന സിനിമയിൽ. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദുരനുഭവം നേരിട്ടിരുന്നോ? പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അത് ഉത്തരം പറ. അത് ഇല്ല, അതാണ് ഞാൻ എന്താ മുൻപ് ഒരു ഇന്റർവ്യൂവിൽ ഇപ്പൊ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഷൈൻ്റെ അടുത്തുനിന്ന് ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ പ്രൊമോഷന്റെ സമയത്ത് കമൽ സാർ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഷൈൻ്റെ സഹകരണം കൊണ്ടാണ് ആ സിനിമ വളരെ പെട്ടെന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റിയത്. എനിക്ക് പേഴ്സണലി ഷൈൻ്റെ അടുത്തുനിന്ന് അങ്ങനത്തെ ഒരു രീതിയിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നില്ല അതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമേ നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. നടി സ്വാസികയാണ്. തനിക്ക് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് അത്തരം ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ വിൻസി അലോഷ്യസ് ഇത്തരം ഒരു ശക്തമായ പരാതിയുമായിട്ട് വരുമ്പോൾ ആ പരാതിക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്റെ ഈ നേട്ടത്തിൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ.